എൻ്റെ പ്രതീക്ഷയാണെങ്കിൽ രണ്ടുപേരാണ് കിട്ടാൻ ചാൻസ് ഉണ്ട്, ആവേശവും ജയഗണേഷും. ഓക്കെ, വിന്നറാവാൻ ചാൻസ് ആരായിരിക്കും 3 പടത്തിലും? ആവേശം വിന്നറാവാൻ ചാൻസ് ചെയ്ത പടമായിരിക്കും കൂട്ടത്തിൽ. അതും ആവേശവും പിന്നെ ജയ് ഭീം ഇതിൻ്റെ ഇടയിൽ ഇറക്കാൻ കാണിച്ച ഒരു ധൈര്യം കൊണ്ടുപോകാൻ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഹൈ ഫ്രണ്ട്സ്, അങ്ങനെ കാത്തിരുന്ന മോളിവുഡിൻ്റെ ഫെസ്റ്റിവൽ ക്ലാഷ് എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും രംഗണ്ണനും പിള്ളേരും, ചെന്നൈയിൽ നിന്നും വിനീത് ശ്രീനിവാസനും ടീമും, പിന്നെ സൂപ്പർ ഹീറോ ആവാനായിട്ട് നമ്മളെ ഉണ്ണിമുകുന്ദനും എത്തുന്നുണ്ട്. വിഷു കപ്പ് ആരടിക്കുമെന്നുള്ള എക്സ്പെക്ടേഷൻ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇതിൽ ഏത് പടമാണ് നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്, എന്താണ് കാരണം എന്നൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ. അപ്പോൾ നേരെ വിഷു റിലീസ്, ആവേശം, വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് എക്സ്പെക്ടേഷൻ വീഡിയോ. ഫെസ്റ്റിവൽ ക്ലാഷ് വരുവാണ്, വമ്പൻ റിലീസൊക്കെ ആയിട്ട് 3 പടങ്ങളും കട്ടയ്ക്കാണ്. എന്താണ് എക്സ്പെക്ടേഷൻ 3 പടത്തിനെ പറ്റിയിട്ടുള്ള? 3 പടത്തിന് 3 രീതിയിലുള്ള എക്സ്പെക്ടേഷനാണ്. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ്റെ പടം എന്നുള്ളതും, ആവേശം ജിത്തു മാധവൻ ഫഹദ് ഫാസിൽ കോംബോ വരുന്നു എന്നുള്ളതും, സ്പിൻ ഓഫ് ആയതുകൊണ്ടും, പിന്നെ ജയ് ഭീം ഇതിൻ്റെ ഇടയിൽ ഇറക്കാൻ കാണിച്ച ഒരു ധൈര്യം കൊണ്ടുപോകാൻ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്നാൽ ഇതിൽ ഏതായിരിക്കും ആദ്യം കാണാൻ സെലക്ട് ചെയ്തത്? ആദ്യം വർഷങ്ങൾക്ക് ശേഷം. ഒരുപാട് കാസ്റ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും വർഷങ്ങൾക്ക് ശേഷമാണ് സെലക്ട് ചെയ്തത്. വിഷു വിന്നറാവാൻ ആരായിരിക്കും ചാൻസ്? ആവേശവും ചാൻസ് ഉണ്ട്, വർഷങ്ങൾക്ക് ശേഷമുണ്ട്. ഓക്കെ, നല്ല കിടിലം പടമാണ്. എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് 3 പടത്തിൻ്റെയും? പഴയ ഹൃദയം, നമ്മളെ വിനീത് ശ്രീനിവാസൻ്റെ ഹൃദയമൊക്കെ ഇറങ്ങിയ സമയത്ത് നല്ലല്ലായിരുന്നു. ഹൃദയം പോലൊരു പടം പ്രതീക്ഷയാണോ ഒന്ന് വരുന്നത് ഫസ്റ്റ്? നമ്മൾ അതുപോലെ അങ്ങനല്ല, എന്നാലും വിനീത് ശ്രീനിവാസൻ്റെ ആകുമ്പം അതിൻ്റെതായ കുറേ കാര്യങ്ങൾ വിന്നറാവാൻ ചാൻസ് ചെയ്ത പടമായിരിക്കും കൂട്ടത്തിൽ. അതും ആവേശവും രണ്ടും തോന്നുന്നു, പ്രതീക്ഷയുണ്ട്. ആവേശം വർഷങ്ങൾക്ക് ശേഷം, രണ്ടും പ്രതീക്ഷയുണ്ട്. എന്താണ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉള്ള ഈ കൂട്ടത്തിൽ? എനിക്ക് വർഷങ്ങൾക്ക് ശേഷം വിനീത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. വിനീത് ശ്രീനിവാസൻ്റെ പടം ആയതുകൊണ്ടാണ് ഫസ്റ്റ് കാണുന്ന. വർഷങ്ങൾക്ക് ശേഷമാണ്. അതെ അതെ. വിന്നറാവാൻ ചാൻസ് ആരായിരിക്കും 3 പടത്തിലും? ആവേശം ഫഹദ് ഫാസില് ഓക്കെ ആയിരിക്കും, അറിയില്ല. ഓക്കെ, റിലീസ് വരുമല്ലേ 3 പടങ്ങളായിട്ട്. ഫസ്റ്റ് എന്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം കാണാൻ തീരുമാനിച്ചത്? വിനീത് ശ്രീനിവാസൻ്റെ പടമായതുകൊണ്ട് തന്നെയാണ് നോർമലി കണ്ടിട്ട് പറയാനേ. ഓക്കെ, അപ്പോൾ ഒരു വിഷു വിന്നറാവാൻ ചാൻസ് ആണ് ആരായിരിക്കും? മോസ്റ്റ് പ്രോബബ്ലി ലൈക്ക് ഈ രണ്ട് പടവും ഏകദേശം ഒരേപോലെ തന്നെയാണ്, ലൈക്ക് സെയിം ഫേസ് വരുന്ന സാധനങ്ങളാണ്. സോ എന്തായാലും കണ്ടിട്ട് അറിയാം. അപ്പോൾ വിഷു ക്ലാഷ് വന്നിരിക്കുകയാണ്. 3 സിനിമയും നല്ല കട്ടയ്ക്ക് വരുമോ? നീ ഏതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? കട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ ആവേശം ഒരു കൊമേഴ്ഷ്യൽ പടമാണ്, അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഉണ്ട്. പണ്ട് ഏറ്റവും കൂടുതൽ ഹൈപ്പെടുത്തിക്കുന്ന ആവേശമാണെന്ന് തോന്നിപ്പോവും. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു സൈലൻറ്റ് ഹിറ്റ്, അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വന്ന അടിപൊളി ഹിറ്റ് അടിക്കാനും ചാൻസ് ഉണ്ട്. കാരണം പറഞ്ഞാൽ ഇവരുടെ പടങ്ങൾ, മുമ്പത്തെ പടങ്ങളെല്ലാം അറിയാലോ, ഫുൾ കോമഡി വൈബാണ്. അപ്പം രണ്ടിനകത്തും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആവേശത്തിനാണ്. പിന്നെ ജയ് ഗണേഷ് ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ട്. എന്താ ആദ്യം കാണുന്ന ആവേശത്തിനായിരിക്കും പോകുന്നത്. വിഷു വിന്നർ അത് ഇച്ചിരി കൺഫ്യൂസിങ് ചോദ്യമാണ്. ഏത് സിനിമ ഏതൊക്കെ ഹിറ്റ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ പ്രതീക്ഷയാണെങ്കിൽ രണ്ടുപേരാണ് കിട്ടാൻ ചാൻസ് ഉണ്ട്, ആവേശവും ജയ് ഗണേഷും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന പടം ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവ്യൂ ആയിട്ട് കാണാം.